അങ്ങനെ നമ്മുടെ ഓണച്ചിത്രങ്ങൾ റിലീസായിരിക്കുന്നു. മാർവലും ഡി സിയും ഒക്കെ കുറേ വർഷം കൊണ്ട് കണ്ട് ശീലിച്ച മലയാളികൾക്കിടയിലേക്ക് ഒരു സൂപ്പർ ഹീറോ പടം ഇറക്കി വിടും. അത് തന്നെ ഒരു വലിയ ടാസ്ക്കാണ്. പക്ഷേ അതിന് നമ്മുടെ ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കിട്ടില്ല ഒരു ഫാൻറ്റസി ആക്ഷൻ ത്രില്ലറാക്കിയാണ് ലോക പാർട്ട് 1 വന്നിരിക്കുന്നത്. എൻ്റെ പൊന്നു മക്കളെ, ഇവിടെ ഓടി 1ലും 2ലും 2 സിനിമയ്ക്കും ഇൻ്റർവെല്ലിന് ഒരുമിച്ച് വിട്ടു. ഇൻ്റർവെല്ലിട്ടപ്പോൾ എൻ്റെ പൊന്നു എന്തൊരു തിരക്കെന്ന് നോക്കി. ഇവിടെ ഈ പോപ്കോണും ക്രീം ബന്നും ഒക്കെ വാങ്ങി. ഈ ക്രീം ബന്നിന് ഇവിടെ ഒരുപാട് ഒരു ഫാൻ ബേസ് തന്നെ ഉണ്ട് നമ്മുടെ രേവതി സിനിമാസ് പാരിപ്പള്ളിയിൽ. അപ്പം നമുക്കും ഒരു ക്രീം ബന്ന് വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ടെസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് പറയാം. സംഭവം കിടുക്കാച്ചി അഭിപ്രായങ്ങളാണ്. ഇവിടെ വരുന്നവരൊക്കെ ഈ ഒരു ക്രീം ബന്ന് ഇൻ്റർവെല്ലാകുമ്പം പോയി വാങ്ങിച്ച് കഴിക്കാറുണ്ട്. നമുക്കും കിട്ടി അങ്ങനെ ആ ഒരു ക്രീം ബൻ എന്ന് പറയുന്നൊരു പടമുണ്ട്. ഈ ബന്നു വാങ്ങാൻ പെട്ട പാട്. ഈ ക്രീം ബന്നിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ 60 രൂപയാണ്. നിങ്ങൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മിക്കവാറും ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും വാങ്ങുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ക്രീം ബൻ. ഈ ഒരു മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ അന്യായ പടമാണ്. നമ്മുടെ ഈ ഒരു കേരളത്തിൽ ഇന്നേ വരെ ഇതേപോലൊരു സ്റ്റൈല് പടം വന്നിട്ടില്ല. ഒരു നമ്മുടെ നാടൻ കഥകളെ ഒരു ഹോളിവുഡ് ലെവൽ മേക്കിങ്ങിലോട്ട് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ പടം. നീ ഇരിക്കുന്ന MNC ജോലിക്കുള്ള എഞ്ചിനീയറിംഗ് ഡിഗ്രിയെ സർപ്രൈസ്. ഇനി ബന്നും തിന്ന് നമുക്ക് സിനിമ കാണാം. ഇപ്പോൾ ഇൻ്റർവെല്ലിൽ വിട്ടപ്പോഴാണ് ഞാൻ ഇത് പോയി വാങ്ങിച്ചത്. ഏറ്റവും ബെസ്റ്റ് ക്രീം ബന്നാണ്. ഭയങ്കര പേര് കേട്ടാണ്. കഴിച്ചിട്ട് അഭിപ്രായം പറ. സാധാരണ ഉള്ളതിൻ്റെ ഒന്നും വെറൈറ്റി ഇല്ലേ. ഇവിടെ കിട്ടാൻ പാടാണ്. ഒരു ഇടിയുടെ ഇടയിൽ നിന്നാണ് ഇത് പോയി വാങ്ങിച്ചത്. സ്വർണത്തിന്റെ സുരക്ഷിതത്വം പരസ്യം നടക്കുന്നുള്ളിൽ. അപ്പോൾ നമ്മൾ ഈ ഒരു സിനിമയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കിടില ഒരു ഫാൻറ്റസി ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ലോക പാർട്ട് 1. ഇനി ഇതിൻ്റെ പാർട്ട് 2നായിട്ട് നമ്മൾ കട്ട വെയിറ്റിംഗ് ആയിരിക്കും. ഭയങ്കര ഹൈപ്പും ആൾക്കാർ കാണാൻ ഭയങ്കര തിരക്കുമായിരിക്കും. പണ്ട് ഇതേപോലെ ഒരു ക്രിസ്മസ് സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു KGF ഇറങ്ങി പോയി കണ്ട. പക്ഷേ ഈ ഒരു ഓണക്കാലത്ത് നമുക്ക് ഒരുപാട് സിനിമകൾ വന്നെങ്കിൽ ഞാൻ ഫസ്റ്റ് ചോയ്സ് ആയിട്ട് എടുത്തത് ലോകയാണ്. പക്ഷേ അത് ഒട്ടും വേസ്റ്റായില്ല. അടിപൊളി പടമായിരുന്നു. അന്യായ പടം. നിങ്ങളെല്ലാം പോയി കാണുക. കല്യാണി പ്രിയദർശൻ നായികയായിട്ടെത്തിയ ഈ സിനിമ നമ്മുടെ മലയാള സിനിമ സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ച് ഫാൻറ്റസി ജേണറിന് തന്നെ ഒരു പുതിയൊരു മുഖം നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നസ്രീൻ, ചന്ദ്രു, സലീം കുമാർ അവരുടെ ഒരു കോംബോ, ഈ ഒരു കോമഡി കോമ്പിനേഷനും എല്ലാം പല സമയത്ത് സിനിമ ടെൻഷൻ അടിച്ച് പോകുമ്പോൾ അവരൊരു കോമഡിയിലൂടെയൊക്കെ നമ്മൾ കിടിലമായിട്ട് വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്പോയിലറായി പോകും. ഒരുപാട് സസ്പെൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ ഇത് വരുന്നുണ്ട്. അടിപൊളിയാണ്. നിങ്ങൾ കാണുക. കിടുക്കാച്ചി പടമായിരിക്കും. ലോക പാർട്ട് 1 ചന്ദ്ര. അടിപൊളി പടം കേട്ടോ. കണ്ടില്ലേ, പാരിപ്പള്ളിയിൽ സിനിമയ്ക്ക് വരുന്നവർ സമയത്ത് വരാൻ നിൽക്കരുത്. നല്ല ബ്ലോക്കാണ് ഷോർട്ട് ടൈമിലൊക്കെ. കണ്ടില്ലേ, ഒന്നാമത് ഓണം സമയമാണ്. ഹൗസ്ഫുള്ളായിട്ടൊക്കെയാണ് പടങ്ങൾ ഓടുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. പാരിപ്പള്ളി NH കഴിഞ്ഞ് ഇങ്ങനെ നമ്മളെ തിയേറ്ററിലോട്ട് വരുന്ന റോഡിൽ ഇച്ചിരി ബ്ലോക്കുകൾ കൂടുതലുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഓണ സമയം കൂടി ആകുമ്പം സിനിമകളൊക്കെ ഹൗസ്ഫുള്ളായിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഒരുപാട് വണ്ടികളുണ്ട്. നമ്മുടെ കൊല്ലത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു തിയേറ്ററാണ്. അപ്പോൾ ഒരുപാട് പേര് ചൂസ് ചെയ്യുന്ന തിയേറ്ററായിരിക്കും രേവതി സിനിമാസ്. അപ്പോൾ അത്രയും വണ്ടികൾ ഇവിടെ എത്തുന്നുണ്ട്. 3 സ്ക്രീനുണ്ട്. പിന്നെ മാത്രമല്ല നമ്മുടെ ഒരു മെയിൻ വഴിയാണ് നമ്മൾ കടയ്ക്കൽ മടത്തറ പോകുന്ന റൂട്ടാണ് പാരിപ്പള്ളിയിൽ നിന്ന് NH ചെയ്യുന്നത്. അപ്പം അത്രയ്ക്ക് തിരക്കുള്ള റൂട്ടാണ്. നിങ്ങൾ സമയത്ത് ഇപ്പോൾ 9:30ക്കാണ് ഷോ എങ്കിൽ 9:30 തന്നെ വരാൻ നിൽക്കരുത്. ഒരു 8:30 8:45 എത്തുക. ഒരു 3/4 മണിക്കൂറെങ്കിലും നേരത്തെ എത്തിയാൽ നിങ്ങൾക്ക് വെപ്രാളപ്പെടാതെ സാവകാശം വണ്ടി പാർക്കിംഗ് ഏരിയയിൽ ഒതുക്കിയിട്ട് തിയേറ്ററിലെത്തി സിനിമ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിടച്ചടിച്ച് വരാതിരിക്കുക. സേഫായിട്ട് പോവുക. ഓക്കെ.